യേശു വെള്ളത്തിന് മുകളിൽ നടന്നതുപോലെ പ്രശ്നങ്ങളുടെ മുകളിൽ ചവിട്ടി നടക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ പ്രശ്നങ്ങളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള ധൈര്യത്തിനും കൃപയ്ക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേൽ ജനമുണ്ടല്ലോ, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. അവർ ഈജിപ്തിലായിരുന്ന സമയത്ത് അവരുടെ വർഷങ്ങളായിട്ടുള്ള തലമുറകളും എല്ലാവരും ഇഷ്ടിക ചുളയിൽ കിടന്ന് പണിയെടുത്ത് ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടി വെയിലത്ത്, നമ്മളൊരു ചില കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ചില ബിൽഡിംഗ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കാണാം, ചിലർക്കെങ്കിലും അല്പമെങ്കിലും തണൽ ഏതെങ്കിലും ഒരു സെക്ഷനിലെങ്കിലും കിട്ടും. പക്ഷെ അവരുടെ കാര്യം നോക്കിയാൽ പണിയെടുക്കുന്ന വെയിലത്ത് പിന്നെയുള്ളത് ചൂളയ്ക്കകത്താണ്. അത് വെയിലിനേക്കാൾ എത്രയോ മടങ്ങ് ചൂടാണ് അവിടെ. അപ്പോൾ സത്യത്തിൽ മൊത്തം ജനം വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ മോശയ്ക്ക് വേണ്ടിയിട്ട് ദൈവം സംസാരിക്കുന്നൊരു വാക്കുണ്ട്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു, അവരെ രക്ഷിപ്പാനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് ഈ ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ശബ്ദമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു, അത് ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ രക്ഷിപ്പാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിത ഇറങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീര് അവൻ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ പ്രയാസം കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ നിലവിളി അവൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെ രക്ഷിപ്പാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസം. നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ അവസ്മരണീയമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസർ, ഒരു കോ സ്പോൺസർ മൂന്നാറിന്ന് വിജയലക്ഷ്മിയാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മെയിൽ ആരംഭിച്ച എക്സാം നല്ല രീതിയിൽ എഴുതുവാൻ കർത്താവിൻ്റെ കൃപ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് അവർക്ക് ലഭിക്കുവാനുള്ള ആ പണം ലഭിക്കുവാൻ കർത്താവെ അങ്ങയുടെ കൃപ അത് ചെയ്യണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. യെസ്, ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്ന് ബുധനാഴ്ചയാണല്ലോ, അപ്പോൾ ഈ വെള്ളിയാഴ്ച, അതായത് മറ്റന്നാൾ ബാംഗ്ലൂർ വെച്ചിട്ട് നമ്മുടെ ദ ഗ്യാതറിംഗ് മീറ്റിംഗ് നടക്കുകയാണ്. അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ വൈകിട്ട് നമുക്ക് UAE ദുബായിൽ മിറക്കിൾ നൈറ്റ് എന്ന പേരിൽ നടക്കുന്ന മീറ്റിംഗ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഈ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞങ്ങൾ രണ്ടുപേരും അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ തന്നെ ശനിയാഴ്ച നമുക്ക് നടക്കുന്ന ഖത്തർ എൻകൗണ്ടർ ഫെസ്റ്റിവലാണ് നടക്കുന്നത്. അതിലേക്കും ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂൺ 24 വെനസ്ഡേ. ഇന്നത്തെ നമ്മുടെ ഡിവോഷണൽ ഡയറിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്, ഫോക്കസ് വേർഡായിട്ട് കിട്ടുന്നത് സ്പിരിച്വൽ മച്യൂരിറ്റി, ആത്മീയ പക്വത അല്ലെങ്കിൽ ആത്മീയ വളർച്ച. ഫോക്കസ് വേഴ്സ് നോക്കാമോ? ജെയിംസ് ചാപ്റ്റർ 1 and verse number 4. Let perseverance finish its work so that you may be mature and complete, not lacking anything. യാക്കോബാണ് ലേഖനം എഴുതുന്നത്. യേശുവിൻ്റെ ഹാഫ് ബ്രദറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മലയാളത്തിൽ ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടുത്തെ എംഫസൈസ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ്? നിങ്ങൾ തികഞ്ഞവരാകണം, അല്ലേ? സമ്പൂർണർ, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി, ഇതൊക്കെയാണ് ഇവിടുത്തെ ഫോക്കസ്. ഇനി ഡെക്ലറേഷൻ നോക്കുക. ഇന്നത്തെ നമ്മുടെ പ്രഖ്യാപനം: മച്യൂരിറ്റി ഈസ് ഫോമിങ് ഇൻ മീ ടുഡേ. ഇന്ന് എൻ്റെ ഉള്ളിൽ പരിപക്വത രൂപപ്പെട്ടു വരുന്നു. പേഷ്യൻസ് പെർഫെക്റ്റ്സ് ദ വർക്ക് ഗോഡ് ബിഗാൻ. ദൈവം എന്നിൽ ആരംഭിച്ച പ്രവൃത്തിയെ, എന്നിലുള്ള ദീർഘക്ഷമ സമ്പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകും. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിച്ച് അതത് കോളങ്ങളിൽ ടിക്ക് ചെയ്യുക നിങ്ങളുടെ ഡിവോഷൻ ഡയറിയിൽ. നൗ സ്പിരിച്വൽ മച്യൂരിറ്റി, ആത്മീയ പക്വതയെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മീയ വളർച്ചയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് ദൈവസന്നിധിയിൽ
ഒന്ന് ചിന്തിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. നമ്പർ 1 കുറിച്ച് വെക്കുക. മെച്യൂരിറ്റി ഈസ് ഡെവലപ്ഡ് ത്രൂ പ്രോസസ്. വളർച്ച അല്ലെങ്കിൽ പക്വത നമ്മൾ വികസിച്ചു വരുന്നത് ഒരു പ്രക്രിയയിലൂടെയാണ്. പക്വത നമ്മൾ വികസിച്ചു വരുന്നത്. അപ്പം അതിനു മുമ്പ് ഒന്ന് എല്ലാവരും തന്നെ ഇതിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ ലൈവായി അല്ലെങ്കിൽ അതിന് ശേഷം ഇതിൻ്റെ റീപ്ലൈ ഇന്നോ ഏത് സമയത്ത്, ഇതിന് ശേഷമുള്ള ഏത് സമയത്തോ, മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം നിങ്ങളിത് കാണുന്നത്. പക്ഷേ ദയവായി ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മീയ പക്വത അല്ലെങ്കിൽ ആത്മീയ വളർച്ച എന്ന് ടൈപ്പ് ചെയ്യുക. അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ്. ഞാനിവിടെ ഹാജരുണ്ട്, ഞാനിത് വാച്ച് ചെയ്തു അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ടൈപ്പ് ചെയ്തിടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ നോക്കുമ്പോൾ ഒത്തിരി പേരത് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ വളരെ വിശ്വസ്തയോടെ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. ഇത് കാണുന്നവർ തന്നെ, ഈ കമൻറ്റ്സ് എടുത്ത് വായിക്കുന്നവർക്ക് തന്നെ കിട്ടുന്ന ഇമ്പ്രഷൻ ഉണ്ടായിരിക്കും, ഇത്രയും പേര് എന്നെപ്പോലെ തന്നെ ഇത് കാണുന്നുണ്ടല്ലോ, അവരും എല്ലാം ഹാജരുണ്ട് എന്ന് നമ്മൾ ലോകത്തോട് വിളിച്ച് പറയുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഞാൻ രാവിലെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും കർത്താവിനോടൊക്കെ സംസാരിച്ച് നടക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്നൊരു കാര്യമാണ്, ഒരു പാത്രം വെള്ളം ഒരാൾക്ക് കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല. പ്രതിഫലം കിട്ടുമെന്നല്ല പറഞ്ഞ്, ലഭിക്കാതെ പോകുകയില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇങ്ങനെ ഇതിനെ പറയുന്നത് ഒരു നെഗ്ലിജൻസ് ഉണ്ടാവില്ല, കാണാതെ പോകില്ല, അയാൾക്ക് മിസ്സാവില്ല പ്രതിഫലം എന്ന് വെച്ചാൽ അതിന് ഡബിൾ ഉറപ്പുണ്ടെന്ന്. എങ്കിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇതുപോലുള്ളൊരു ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ ഏതെങ്കിലും ഒരു ശുശ്രൂഷ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് എടുത്ത് ഒരാൾക്ക് അയക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ഒരു പാത്രം തണ്ണീർ കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് പറയുന്നെങ്കിൽ, നിങ്ങളിതിൻ്റെ ലിങ്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ, അതിലൂടെ ഒരാൾ വിശ്വാസത്തിൽ വന്നാൽ, അതിലൂടെ ഒരാൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടാൽ അതിൻ്റെ കാരണം നിങ്ങളല്ലേ. അതിനും എൻ്റെ വിശ്വാസമാണ്, പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ ദിവസവും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പലർക്ക് ഇത് അയച്ചു കൊടുക്കണം. ചിലർക്ക് അയച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ല. സ്റ്റേറ്റസിലും കിട്ടേക്ക്, നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറി, എങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നിട്ടേക്ക്. നേരിട്ട് അയച്ചു കൊടുത്താൽ വിരോധമില്ലാത്തവർക്ക് നേരിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുക, അല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തേക്ക്, ആവശ്യമുള്ളവർ കാണട്ടെ. യാക്കോബ് നമ്മൾ ധ്യാനിച്ച ഭാഗത്ത് പറയാൻ, ലെറ്റ് പെർസിവിയറൻസ് ഫിനിഷ് ഇറ്റ്സ് വർക്ക്. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. സ്പിരിച്വൽ മെച്യൂരിറ്റി ഡസ് നോട്ട് അപ്പിയർ ഇൻസ്റ്റൻ്റ്ലി. ഒരാളുടെ ലൈഫിലും ആത്മീയ വളർച്ച ക്ഷണികമായി പെട്ടെന്ന് ഉണ്ടാകുകയില്ല. ഇൻസ്റ്റൻ്റ്ലി നമുക്കെല്ലാം ഇൻസ്റ്റൻ്റായിട്ടെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊരു തലമുറയിലാണ്. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റ്. അതായത് ഇൻസ്റ്റൻറ്റ് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മദറൊക്കെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മണിക്കൂറുകളുടെ പ്രോസസ്സാണ്. പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടി എത്ര നേരമാണ് അത് ഇളക്കി. അപ്പം ഞങ്ങൾക്കിൻ്റെ വായിൽ വെള്ളം വന്നിട്ട് കപ്പലോടിക്കുക. അതുപോലെ ഈ പായസം എപ്പോഴും റെഡിയാകുന്ന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി നടക്കുക അടുക്കളയിൽ, റെഡിയായോ ഒരു ഗ്ലാസ് പായസം കുടിക്കണം. പക്ഷേ എത്ര മണിക്കൂർ കാത്തിരുന്നാലാണ് ഒരു പായസം റെഡിയാകുന്നത്. എന്നാൽ ഇന്ന് ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ഉണ്ട്. വെള്ളം തിളപ്പിക്കുക, അതിലോട്ടിടുക, 2 ഇളക്കിളക്കുക, കുടിക്കുക. ഇൻസ്റ്റൻറ്റ് ടീ, ചായ തിളപ്പിക്കാൻ എത്ര വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഒരു ഡിപ്പ്, റെഡിയായി. ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് രസം, ഇൻസ്റ്റൻറ്റ് സാമ്പാർ, എല്ലാം ഇൻസ്റ്റൻ്റാണ്. ഇൻസ്റ്റഗ്രാം, ഇൻസ്റ്റാമാർട്ട്, 8 മിനിറ്റ് കൊണ്ട് സാധനങ്ങൾ വീട്ടുപടിക്കൽ വരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഷ്യൻസ് ലെവൽ ഒത്തിരി കുറവാണ്. എല്ലാം പെട്ടെന്ന് കിട്ടണം, സെക്കൻഡുകൾക്കുള്ളിൽ എനിക്ക് കിട്ടണം.
എന്നാൽ സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ കാര്യത്തിൽ ഇൻസ്റ്റൻ്റായി കിട്ടുന്നൊരു പാക്കറ്റില്ല, പാക്കേജില്ല, അങ്ങനൊരു പ്രോഗ്രാമില്ല. ഏത് തലമുറയിൽ ജീവിച്ചാലും എനിക്ക് പെട്ടെന്ന് ആത്മീയമായി വളർന്ന് പന്തലിച്ച് ഭയങ്കര സംഭവമാകണമെന്ന് വിചാരിച്ചാൽ ഇതുപോലത്തെ ഇൻസ്റ്റാ പരിപാടി ഇതിൽ നടക്കുകയില്ല. പ്ലീസ് 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 അണ്ടർസ്റ്റാൻഡ് ദിസ്. So it develops gradually through time, testing, and also faithful walking with God. ഇത് സംഭവിക്കണമെങ്കിൽ വളരെ സാവധാനം, ക്രമമായി, ഗ്രാജുവലി സമയമെടുക്കും. പല പല ടെസ്റ്റുകളിലൂടെ പോകും. എന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരതയില്ലാത്ത രീതിയിൽ, ആത്മീയമായി സ്ഥിരപ്പെട്ട് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള അന്തരീക്ഷം റെഡിയായി വരും. അതിനെയും അതിജീവിച്ച്, അങ്ങനെയുള്ള പരിശോധനകളെ, പരീക്ഷകളൊക്കെ അതിജീവിച്ച്, പ്രലോഭനങ്ങളെ അതിജീവിച്ച്, ഫെയ്ത്ത്ഫുൾ വാക്കിംഗ് വിത്ത് ഗാഡ്, ദൈവവുമായി വിശ്വസ്തമായി ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ മാത്രമേ ഇത് വരൂ. ഇത് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഉൽപ്പത്തി പുസ്തകം 5-24 ഹനോക്ക് എന്നൊരു പേരുള്ളൊരു മനുഷ്യൻ 65 വയസ്സ് വരെ ജീവിച്ചു. അതിനുശേഷം തനിക്ക് കുഞ്ഞുങ്ങളൊക്കെ, ആദ്യത്തെ കുഞ്ഞെന്തോ ഉണ്ടായി. അതിനുശേഷം മെഥൂശലഹ് ജനിച്ച ശേഷം 300 വർഷം ആ മനുഷ്യൻ ദൈവത്തോടു കൂടെ നടന്നു. അതിനിടയിൽ മക്കളൊക്കെ ഉണ്ടായി, കുടുംബജീവിതമൊക്കെ സാധാരണ രീതിയിൽ പോയി. പക്ഷേ ആ മനുഷ്യൻ ദൈവത്തോടു കൂടെ 300 വർഷം നടന്നു. പിന്നെ ദൈവം അവനെ എടുത്തുകൊണ്ടു. പിന്നെ അവനെ കണ്ടില്ല. കർത്താവ് വിളിച്ചുകൊണ്ടുപോയി. കൂട്ടുകൂടി അവരൊത്തുചേർന്നു. കർത്താവ് പറഞ്ഞു, ഇനി നീ ഭൂമിയിലൊന്നും, ഞാൻ അങ്ങോട്ട് പോരെ, സ്വർഗത്തിലോട്ട് അവനെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വന്നത് 300 years with consistency he walked with God. സഭാപ്രസംഗി 7:8 the end of a matter is better than its beginning. ഒരു കാര്യത്തിൻ്റെ അവസാനം ആരംഭത്തേക്കാൾ നല്ലതാകണം. എബ്രായലേഖനം 6:1 ലെറ്റ്സ് മൂവ് ബിയോണ്ട് എലമെൻ്ററി ടീച്ചിങ്സ്. ചില ആളുകൾ എത്ര വർഷം കഴിഞ്ഞാലും ഈ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ലെവലിലേക്ക് അവർ വളരുന്നില്ല. എന്നാൽ ഏതൊരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ആഗ്രഹമാണ് തൻ്റെ കുഞ്ഞുങ്ങൾ എല്ലായ്പ്പോഴും കിടക്കയിൽ ഇങ്ങനെ മലർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ബേബി ആയിരിക്കാതെ കൈയും കാലും എല്ലാം വളർന്ന് എഴുന്നേറ്റ് നടന്ന് സ്വന്തം കാലിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു യുവാവായി, ഒരു യുവതിയായി അങ്ങനെ വളർന്നു വരണമെന്നല്ലേ മാതാപിതാക്കളുടെ ആഗ്രഹം? ഇതുപോലെ സ്വർഗത്തിലെ നമ്മുടെ ആത്മീയ പിതാവിൻ്റെ ആഗ്രഹം നമ്മളെല്ലാവരും പൂർണ്ണതയിലേക്ക് വളരണമെന്നാണ്. ആത്മീയ പിതാക്കന്മാരുടെ ആഗ്രഹവും അതുതന്നെയാണ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:12, ഫിലിപ്പി ലേഖനം 3:12 നോട്ട് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഒബ്റ്റെയിൻഡ് ഓൾ ദിസ് ബട്ട് ഐ പ്രസ് ഓൺ. പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നതാണ്, ഞാനിതെല്ലാം നേടിയെന്നോ ഞാൻ തികഞ്ഞവനായെന്നോ അല്ല, പകരം ഇത് ലഭിക്കുമോ എന്ന് വെച്ച് ഞാൻ മുന്നിലേക്ക് ആഞ്ഞോടുകയാണ്. സോ ഗാഡ് ഈസ് പേഷ്യൻ്റ് വിത്ത് ദ ഗ്രോത്ത് പ്രോസസ്. ഇപ്പോൾ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾ എത്രത്തോളം ദീർഘക്ഷമയോടുകൂടിയാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ മാതാപിതാക്കൾ ആരും പ്രതീക്ഷിക്കും നാളെ എഴുന്നേറ്റ് നടക്കണം, തന്നെത്താൻ കുളിക്കണം, തന്നെത്താൻ ഭക്ഷണം കഴിക്കണം, സ്കൂളിൽ പോകണം, അല്ലാതെ എനിക്ക് ഏതു നേരം ഇത് നോക്കിക്കൊണ്ടിരിക്കാനൊന്നും സാധ്യമല്ല എന്ന് ഒരു മാതാവിനോ പിതാവിനോ ഒരാഗ്രഹമില്ല. കാരണം അവർക്കറിയാം യാഥാർത്ഥ്യം എന്താണ്. ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് ആൻഡ് ട്രെയിനിങ്. അല്ലേ, ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ അധികാലങ്ങളിൽ ഒരു മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യമല്ല. ഈ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ആൾ വേണം, പ്രത്യേകിച്ച് അമ്മ. ഇതുപോലെ തന്നെ കർത്താവ്, നമ്മുടെ ദൈവവും നാം പെട്ടെന്നങ്ങ് വളർന്ന് വലുതാവുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നില്ല. ഹീസ് പേഷ്യൻ്റ് വിത്ത് അവർ ഗ്രോത്ത് പ്രോസസ്. നമ്മുടെ ആത്മീയ വളർച്ച എന്ന ആ പ്രോഗ്രാമിൽ അവൻ ഒത്തിരി ദീർഘക്ഷമ നമ്മോട് കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇത് സമയമെടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ വളർന്നു വരാൻ സമയമെടുക്കും. അപ്പോൾ ഒരു മാതാവോ പിതാവോ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഫോക്കസ് ചെയ്ത് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ
സ്വർഗത്തിലെ ദൈവം നമ്മൾ വളരാൻ വേണ്ടി നമ്മളോടൊപ്പം അത്രയും അറ്റൻഷൻ തന്ന് നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. സാധാരണ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, രാത്രിയൊക്കെ ഉറക്കമിളച്ചിരുന്നാണ് പലപ്പോഴും കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ നോക്കുന്നത്. ഒന്നുകിൽ മദർ അല്ലെങ്കിൽ ഫാദർ, ഒരാൾ കഷ്ടപ്പെട്ടേ പറ്റും. അപ്പോൾ ചില വീടുകളിൽ അമ്മയായിരിക്കും കൂടുതൽ നേരം എഴുന്നേൽക്കുക വീണ്ടും എഴുന്നേൽക്കുക. ചില സ്ഥലത്ത് പിതാവായിരിക്കും, ചില സമയത്ത് രണ്ടുപേരുമായിരിക്കും. എനിവേ, അങ്ങനെയാണ് ദൈവം അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: ട്രാൻസ്ഫർമേഷൻ ഇൻ അവർ ലൈഫ്സ് ഹാപ്പൻ പ്രോഗ്രസീവ്ലി. പുരോഗമനപരമായി വളരെ സാവധാനത്തിൽ മാത്രമേ നമ്മിൽ വ്യത്യാസമുണ്ടാകൂ, ഒറ്റയടിക്കല്ല. നമ്പർ 2, പെർസിവിയറൻസ് പ്രൊഡ്യൂസസ് ഡെപ്ത്. സ്ഥിരോത്സാഹം ആഴത്തെ ഉളവാക്കുന്നു. സ്ഥിരമായി നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഡെപ്ത് കൂടും. സോ ട്രയൽസ് ക്യാൻ ഐദർ ഹാർഡൻ പീപ്പിൾ ഓർ മച്യൂർ ദം. കൂടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ തിരമാലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരിക്കലും അവസാനിക്കുന്നില്ല. തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഒരെണ്ണം വന്നിങ്ങനെ അടിച്ചു, അതിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അടുത്തത് രൂപപ്പെട്ട് വന്നടിക്കുകയാണ്. സോ ജീവിതത്തിൽ ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്: ബ്രദറെ, ഒന്ന് മാറുമ്പോൾ അടുത്ത പ്രശ്നം. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്ന് മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതുപോലെ ഒരാളുടെ അടുത്ത്, ഒരു ദേവദാസൻ്റെ അടുത്ത് ഇതുപോലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മാറാൻ വേണ്ടി ദേവദാസൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദേവദാസൻ ചെയ്ത പരിപാടി തലയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, ദൈവമേ, ഇവളുടെ ജീവൻ ഇപ്പോൾ എടുക്കണമേ. ഇവിടെ തന്നെ ആ സഹോദരി ഭയങ്കര ദേഷ്യമായി. ഫാസ്റ്റ് എൻ്റെ പ്രശ്നം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക, എന്നെ കൊല്ലാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ദേവദാസൻ പറഞ്ഞു, ഇത് മാറണമെങ്കിൽ, ഈ പ്രശ്നങ്ങളിങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കണം. നിങ്ങൾ മരിക്കുന്നത് വരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളുടെ മുകളിൽ, യേശു വെള്ളത്തിന് മുകളിൽ നടന്നതുപോലെ പ്രശ്നങ്ങളുടെ മുകളിൽ ചവിട്ടി നടക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഈ പ്രശ്നങ്ങളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള ധൈര്യത്തിനും കൃപയ്ക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതൊരു വലിയ തിരുത്തലായിരുന്നു. അത് കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. നൗ, രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: പെർസിവിയറൻസ് പ്രൊഡ്യൂസസ് ഡെപ്ത്. നമ്മുടെ ജീവിതത്തിൽ ഇതിനിടയിൽ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് അതിലൂടെ നമ്മുടെ വ്യക്തിത്വത്തിന് വലിയ ആഴമുണ്ടാകും. വിഷമസന്ധികൾ, പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ ഇതൊക്കെ കൂടെ വരുമ്പോൾ ചിലപ്പോൾ അത് ചിലരുടെ ജീവിതത്തിൽ അവരുടെ അപ്രോച്ച് പോലെ അതവരുടെ ഹൃദയത്തെ കാഠിന്യമുള്ളതാക്കും. എന്നാൽ മറ്റു ചിലർ ഇതിനകത്ത് വളർന്നു കയറും. ആരാണ് ഹൃദയകാഠിന്യത്തിലേക്ക് പോകുന്നത്? ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതെൻ്റെ എല്ലാം പുറകിൽ ദൈവമാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ കരുതി കൂട്ടി ഇതെല്ലാം വരുത്തി വെക്കുക എന്ന് ചിന്തിക്കുന്നവരുടെ ഹൃദയം പാറ പോലെ കടുത്തു പോകും. എന്നാൽ പകരം ഇതിൻ്റെ പുറകിൽ ദൈവമല്ല ഇതൊന്നും ചെയ്യുന്നത്, ഇത് മനുഷ്യൻ പാപം ചെയ്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നു, അതിൻ്റെ പുറകിൽ പിശാച് കൂടെ പ്രവർത്തകനായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ദൈവമല്ല ചെയ്യുന്നത്. ഗോഡ് ഈസ് ഗുഡ്, ഹീസ് ഓൾവേസ് ഗുഡ്, ദർ ഈസ് നത്തിങ് ബാഡ് ഇൻ ഗോഡ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ അതിനെ വേറൊരു അപ്രോച്ചിലാണ് കാണുന്നത്. യേശു ലോകത്തെ ജയിച്ചതുപോലെ ഞാനും ജയിക്കും. അതുകൊണ്ടല്ലേ യോഹന്നാൻ്റെ സുവിശേഷം 16-33 വചനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ ജയിച്ചതുകൊണ്ട് നിങ്ങളും ജയിക്കും. ആ അപ്രോച്ച് എടുക്കുന്നവർ ആത്മീയമായി വളരും. അവർക്ക് ഡെപ്ത് ഉണ്ടാകും. അവർ കണ്ടൻ്റ് ഉള്ളവരായി, ഡെപ്തുള്ള മനുഷ്യരായി മാറും. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. നിങ്ങളും ആഴമുള്ള വ്യക്തിത്വങ്ങളായി, പ്രശ്നങ്ങൾക്ക് മുകളിൽ നടന്ന് കയറുന്ന വ്യക്തിത്വങ്ങളാണ്. അതിന് ഇത്രയേ ഉള്ളൂ, ലോകത്തെ ജയിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസം തന്നെ. എന്ന് വെച്ചാൽ ഇതിന് മുകളിൽ അങ്ങ് വിശ്വസിച്ചാൽ മതി, ഇത് ദൈവം നന്മയ്ക്കാക്കും. അൾട്ടിമേറ്റ്ലി ഞാൻ നശിക്കുകയില്ല. വെള്ളത്തിലൂടെ പോയാലും തീയിലൂടെ പോയാലും ഏത് പ്രതിസന്ധിയിലും അവസാനം കർത്താവ് എന്നെ രക്ഷിച്ചിരിക്കും. ഈ സ്ഥിരോത്സാഹം നമ്മിലുണ്ടെങ്കിൽ നമ്മിൽ നടക്കുന്ന പണികൾ നമ്മിലത് പേഷ്യൻസ് ഉളവാക്കും. അഥവാ ഭയങ്കരമായ ദീർഘക്ഷമ, പേഷ്യൻസ്, സ്റ്റെബിലിറ്റി ഉണ്ടാകും, സ്ഥിരതയുണ്ടാകും, ഡിസേൺമെൻ്റ് ഉണ്ടാകും. കുറേ നാൾ ഇതിലൂടെയൊക്കെ പോയി കഴിയുമ്പോൾ
ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ, നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹ്യൂമിലിറ്റി, നമ്മൾ താഴ്മ കൊണ്ടുവരും. എൻഡ്യൂറൻസ് ഉണ്ടാകും, സഹനശക്തി നമ്മൾ കൂടും. ഇങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ പണിയപ്പെടുന്നത്. ഇതിന് വേറൊരു കുറുക്കുവഴിയില്ലെന്നേ. ഞാൻ എഴുന്നേറ്റ് രാവിലെ കർത്താവേ, ഈ പറഞ്ഞ സാമഗ്രികളെല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടണേ എന്ന് വെച്ചാൽ എനിക്ക് പക്വത വേണം, ക്ഷമ വേണം, ജ്ഞാനം വേണം, ഡിസേൺമെൻറ്റ് വേണം, ഇതെല്ലാം കൂടി ഇങ്ങോട്ട് തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടില്ല. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളുടെ മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്ത് വരികയുള്ളൂ. യേശു പോലും അതിലൂടെ പോയില്ലേ. റോമലേഖനം 5:4 പെർസിവിയറൻസ് പ്രൊഡ്യൂസേഴ്സ് ക്യാരക്ടർ. അവിടെ പറയുന്ന ഇതാണ്, സഹിഷ്ണുത. ഇങ്ങനെ സിദ്ധത ഉളവാക്കുന്ന, അങ്ങനെ എന്തോന്ന് മലയാളം ട്രാൻസ്ലേഷൻ. ആക്ച്വലി അവിടെ വരേണ്ടത് സഹിഷ്ണുത സ്വഭാവ ശ്രേഷ്ഠതയെ ഉളവാക്കുന്നു എന്നാണ്. 1 Petrus 5:10 ആഫ്റ്റർ യു ഹാവ് സഫേർഡ് എ ലിറ്റിൽ വൈൽ ഗോഡ് വിൽ റെസ്റ്റോർ ആൻഡ് സ്ട്രെങ്തൻ യു. അല്പകാലം നിങ്ങൾ സഹിച്ച ശേഷം ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കും. എന്ന് വെച്ചാൽ എന്നും ഈ കഷ്ടപ്പാടല്ല, ഇതൊരു ദിവസം അവസാനിക്കും, എന്നും എന്നേക്കുമായിട്ട് അവസാനിക്കും. സീസണുകൾ മാറും. എന്നും എന്നേക്കുമായിട്ട് അവസാനിക്കുന്നത് നമ്മളിവിടെ വിട്ട് പോകുമ്പോഴാണ്. Psalm 66:12, സങ്കീർത്തനങ്ങൾ 66:12 We went through fire and water, but you brought us to abundance. ഞങ്ങൾ തീയിലൂടെ പോയി, ഞങ്ങൾ വെള്ളത്തിലൂടെ പോയി. അപ്പോൾ ദൈവം കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ ദൈവം ഈ തീയിലും വെള്ളത്തിലും ഹാജരുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തീയിലൂടെ പോയി, ഞങ്ങൾ വെള്ളത്തിലൂടെ പോയി, ബട്ട് യു ബ്രോട്ട് us to abundance. റിസൾട്ട് എന്താണ്? തീയിലൂടെ പോയി വെന്ത് കരിക്കഷ്ണം പോലെ പുറത്ത് വന്നെന്നാണോ? വെള്ളത്തിലൂടെ പോയി വയറ് വീർത്ത ചത്ത ഡെഡ് ബോഡി എടുത്തെന്നാണോ? അല്ല. നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു, അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. സോ ഇതിലൂടെ പോകുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടെന്നേ. Now, deep roots often grow in difficult soil. പലപ്പോഴും ആഴമുള്ള വേരുകൾ വളരുന്നത് പ്രയാസമുള്ള മണ്ണിലൂടെയാണ്. ഈ വേരിങ്ങനെ ഇറങ്ങി വളർന്ന് താഴേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വേര് നേരെ വരുമ്പോൾ നേരെ വന്ന് ഇടിക്കുന്നത് ഒരു പാറക്കല്ലിലായിരിക്കും. എൻ്റെ വളർച്ച തീർന്നു. ദൈവമേ, ഇനി ഞാൻ എങ്ങനെ വളരും? ഇത്രയും വലിയ മരത്തെ താങ്ങി നിർത്താനുള്ള എനിക്കിനി വളരാനുള്ള സാധ്യതയില്ല. നോ, അതവിടെ വേര് അവിടെ ആ പാറയിൽ തട്ടി നിൽക്കുകയല്ല ചെയ്യുന്നത്. അത് ഇപ്പുറത്തൂടെ അടുത്തൊരു റൂട്ട് എടുത്ത് വളർന്ന് അപ്പുറത്തൂടെ കറങ്ങി താഴേക്ക് ഇറങ്ങും. ആ കല്ലിനെ ചുറ്റിപ്പോയി. ചില വേരുകൾ കല്ലിനെ പൊടിക്കും. കല്ലിൻ്റെ ഏതെങ്കിലും ചെറിയൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൂടെ വളർന്ന് കുറേശ്ശെ വളർന്ന് ആ പാറയെ തന്നെ പിളർക്കും. അങ്ങനെയുള്ള പിക്ചേഴ്സ് ഞാൻ ചില സമയത്തൊക്കെ ഞായറാഴ്ചയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും സെഷനുകളിലൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. വേരിറങ്ങി വലിയ പാറയെ പൊട്ടിച്ച രംഗങ്ങളുണ്ട്. നമ്പർ 3, സ്പിരിച്വൽ മെച്യൂരിറ്റി എഫക്ട്സ് എവറിഡേ കോണ്ടാക്ട്. ആത്മീയ വളർച്ച ദിനംതോറുമുള്ള നമ്മുടെ പെരുമാറ്റത്തെ അത് സ്വാധീനിക്കും. എന്നുവെച്ചാൽ പക്വതയുള്ളൊരു മനുഷ്യൻ ജീവിക്കുന്നതും അപക്വതയുള്ളൊരു മനുഷ്യൻ ജീവിക്കുന്നതും വ്യത്യസ്തമാണ്. പക്വതയില്ലാത്തവരെ കണ്ടാലറിയാം. സോ മെച്യൂരിറ്റി ഈസ് നോട്ട് മെഷേർഡ് മിയർലി ബൈ സ്പിരിച്വൽ ലാംഗ്വേജ് ഓർ നോളജ്. ഒരാൾ പറയുന്ന ആത്മീയ ഭാഷകൾ, അന്യഭാഷകൾ കൊണ്ടോ അയാളുടെ അറിവ് കൊണ്ടോ അല്ല ആത്മീയ പക്വതയെ, വളർച്ചയെ അളക്കുന്നത്. ഭയങ്കരമായ ഒരാൾ അന്യഭാഷ പറയും, അയാൾ ഭയങ്കര സ്പിരിച്വൽ ആയിരിക്കും. നോ, ഇത്തിരി അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ആത്മീയമായ പക്വത ഉണ്ടാകണമെന്നില്ല. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റിയാക്ഷൻസ്, ഡിസിഷൻസ്, റിലേഷൻഷിപ്സ്, സ്പീച്ച്, സെൽഫ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളിലാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ ആത്മീയ പക്വത അറിയുന്നത് അയാളുടെ പ്രതികരണങ്ങൾ, അയാളുടെ തീരുമാനങ്ങൾ, അയാളുടെ ബന്ധങ്ങൾ, അയാളുടെ സംസാരം, അയാളുടെ ആത്മനിയന്ത്രണം, ഇതിലൂടെയാണ് നമുക്കത് മനസ്സിലാകുന്നത്. ചില വചനങ്ങൾ കുറിച്ച് വയ്ക്കുക. ഗലാത്യലേഖനം 5-ാം 22-23 ആത്മാവിൻ്റെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങൾ 15:1 എ ജെന്റിൽ ആൻസർ ടേൺസ് അവേ റാത്ത്. ഒരു ശാന്തതയോടുകൂടിയ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. ഒരാൾ കോപിക്കുമ്പോൾ തിരിച്ചും അതുപോലെ തന്നെ ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിലൊക്കെ പ്രതികരിക്കുകയാണെങ്കിൽ, തിരിച്ചടിക്കുകയാണെങ്കിൽ അതിനെ കൂടി പിന്നെ ഫയർ എഞ്ചിൻ വിളിക്കേണ്ടി വരും. കൊലോസ്യ ലേഖനം 4:6 നമ്മൾ കാണുന്നത് ലെറ്റ് യുവർ കോൺവെർസേഷൻ ബി ഫുൾ ഓഫ് ഗ്രേസ്. നിങ്ങളുടെ സംഭാഷണം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ വാക്കുകൾ
കൃപയോടുകൂടി ഇതായിരിക്കട്ടെ. അതിനുശേഷം പറഞ്ഞു, ഉപ്പിനാൽ രുചി വരുത്തിയതാകട്ടെ, ബ്ലാൻഡ് ആകാതെ, ടേസ്റ്റ് ഇല്ലാത്തതാകാതെ. അതിനൊരല്പം സോൾട്ട് ഇടുമ്പോൾ ഭക്ഷണം രുചികരമാകുന്നത് പോലെ സംസാരത്തിൽ രുചിയുണ്ടാകട്ടെ. സോ ക്യാരക്ടർ റിവീൽസ് മച്യൂരിറ്റി മോർ ദാൻ അപ്പിയറൻസ് ഡസ്. പ്രത്യക്ഷത, ഒരാളുടെ പ്രത്യക്ഷതയിൽ വളരെ ചാമിങ് ആയിട്ടും ഭയങ്കര നല്ലൊരു ഗൈ ആയിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ക്യാരക്ടർ റിവീൽസ് മെച്യൂരിറ്റി. അയാൾ അടുത്ത് വരുമ്പോൾ അറിയാം എത്രത്തോളം ഇയാൾക്ക് ആത്മീയ പക്വത ഉണ്ടെന്ന്. ഒരിക്കൽ ഒരു വിദേശ രാജ്യത്ത് എന്നെ ഒരാൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. മീറ്റിങ്ങിലേക്കാണോ എവിടെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ മൈലുകൾ ഇങ്ങനെ കിടക്കുക. അപ്പം നമുക്കിങ്ങനെ അറിയാം, ഈ ബാക്കിലെ റെഡ് ലൈറ്റ്സ് ഉണ്ടല്ലോ, ടെയിൽ ലാമ്പ്സ്, കിലോമീറ്ററുകൾ നമ്മളിങ്ങനെ നോക്കിയാൽ അറിയാം, കിലോമീറ്ററുകൾ ഇങ്ങനെ പോയി. ചില സമയത്ത് മുകളിലേക്കല്ല, ഹിൽ ഏരിയയിലാണെങ്കിൽ ഇങ്ങനെ കാണാം മൈലുകൾ. ഇപ്പം ഈ മനുഷ്യൻ എന്നെ കൊണ്ടുപോകുന്ന ആൾ പെറുപെറുപ്പെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കക്കാരിങ്ങനെയാണ്, അമേരിക്കക്കാരെ ഒരു തരത്തിലും ട്രാഫിക്. ഇന്ത്യനാണ് ആൾ. ഒത്തിരി അമേരിക്കൻ ഗവൺമെൻറ് ട്രാഫിക് സിസ്റ്റത്തെ ത്രൂ ഔട്ട് ദ ജേർണി അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു മെച്യൂരിറ്റി ഉള്ളൊരു ക്യാരക്ടറാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ആ സമയത്ത് ആ ടൈം ഇങ്ങനെ ക്യൂവിൽ കിടക്കുന്ന, ട്രാഫിക്കിൽ കിടക്കുന്ന സമയത്ത് ഒരു നല്ലൊരു വർഷിപ്പ് സോങ് പ്ലേ ചെയ്യുകയോ അല്ലെങ്കിൽ ഓഡിയോ ബൈബിൾ ഇടുകയോ നല്ലൊരു അനോയിൻറ്റഡ് പ്രീച്ചിങ് കേൾക്കുകയോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുമായി വളരെ ആത്മീയ വർധന വരുത്തുന്ന ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യാമായിരുന്നു. സോ ആത്മീയ പക്വത എന്തിലറിയാം? ഒരു ട്രാഫിക് ലൈറ്റിലറിയാം, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിലറിയാം നമ്മൾ എത്രത്തോളം സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെന്ന്. നമ്മൾ ആ സമയത്ത് ഹോ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, ഈ വിൻഡോ താഴ്ത്തി അടുത്ത കാറുകാരനുമായിട്ട് ഭയങ്കരമായി കയർക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്പിരിച്വൽ മെച്യൂരിറ്റി ഇല്ലെന്നർത്ഥം. നമ്പർ 4, ദ ലാസ്റ്റ് വൺ, ഗോഡ് ഡിസയേഴ്സ് ഹോൾനെസ് നോട്ട് പാർഷ്യൽ ഗ്രോത്ത്. ദൈവം സമ്പൂർണതയിലേക്ക് നാം വളരണമെന്ന് ആഗ്രഹിക്കുന്നു, ഭാഗികമായി വളരണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം യാക്കോബിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് മച്യൂർ ആൻഡ് കംപ്ലീറ്റ്, നോട്ട് ലാക്കിംഗ് എനിത്തിങ്. നിങ്ങൾ സമ്പൂർണതയുള്ളവരും തികഞ്ഞവരുമാകണം, നോട്ട് ലാക്കിംഗ് എനിത്തിങ്, ഒന്നിലും കുറവില്ലാത്തവരാകണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. സോ ഗോഡ്സ് ഗോൾ ഈസ് ബാലൻസ്ഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ സന്തുലിതമായ ഒരു വികാസം പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. സം ഗ്രോ ഇൻ ഗിഫ്റ്റിംഗ് ബട്ട് നോട്ട് ക്യാരക്ടർ. ചിലർ കൃപാവരങ്ങളിലാണ് വളരുന്നത്. അത് വേണ്ടെന്നല്ല, സ്വഭാവശ്രേഷ്ഠതയിലല്ല. സോ അതേഴ്സ് ഗ്രോ ഇൻ നോളജ് ബട്ട് നോട്ട് ലവ്. ചിലർ പരിജ്ഞാനത്തിൽ വളരുന്നു, പക്ഷെ സ്നേഹത്തിൽ വളരുന്നില്ല. അതാണ് ഒന്നിലും കുറവില്ലാതെ എല്ലാറ്റിലും വളരണമെന്ന് ദൈവം ആഗ്രഹിക്കും. ട്രൂ മെച്യൂരിറ്റി ടച്ചസ് ദ ഹോൾ പേഴ്സണാലിറ്റി. എന്നാൽ ശരിയായ ആത്മീയ വളർച്ചയും പക്വതയും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉള്ള ഒരു വളർച്ചയായിരിക്കും. എഫെസ്യ ലേഖനം 4:13 അറ്റൈനിങ് ദ ഹോൾ മെഷർ ഓഫ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ എല്ലാ നിറവിനാലും നിങ്ങൾ നിറഞ്ഞു വരണം. 3 John 1:2, 3 യോഹന്നാൻ 1:2 പ്രോസ്പർ ഇൻ ഓൾ തിങ്സ് ആൻഡ് ബി ഇൻ ഹെൽത്ത്. നിങ്ങൾ ആരോഗ്യത്തിലും എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിക്കണം. 2 Peter chapter 3 verse number 18, 2 പത്രോസ് 3:18 ഗ്രോ ഇൻ ഗ്രേസ് ആൻഡ് നോളജ്. കൃപയിലും പരിജ്ഞാനത്തിലും ഒക്കെ നിങ്ങൾ വളരണം. സോ ഹെൽത്തി ഗ്രോത്ത് ഈസ് ഹോളിസ്റ്റിക്. ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒരേ ഹോസ്പിറ്റലിൽ തന്നെ. പണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇംഗ്ലീഷ് മരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നവർ ആയുർവേദത്തെ അംഗീകരിക്കില്ല. ആയുർവേദം മുഴുവൻ തെറ്റാണെന്ന് പറയും. ആയുർവേദക്കാർ ഹോമിയോപ്പതി മുഴുവൻ തെറ്റാണെന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ രീതി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ തന്നെ ഫുൾ ബോഡി ചെക്കപ്പ്, അതിനുശേഷം ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റിലേക്ക്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മരുന്നുമുണ്ട്, ആയുർവേദക്കാരനും അവിടെ ഇരിപ്പുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, എല്ലാം കൂടി ചേർന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്. ആ ഒരു അപ്രോച്ച്, അതാണ് നമ്മുടെ ശരിയായ ആത്മീയ വളർച്ചയിൽ വേണ്ടത്. എല്ലാ വശങ്ങളിലും വെൽ ബിൽറ്റ് ആകുക. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് താല്പര്യം അങ്ങനൊരു വളർച്ച? So today
ദ ഹോളി സ്പിരിറ്റ് ഈസ് ചാലഞ്ചിങ് us. ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ എല്ലാ വശങ്ങളിലും വളർന്ന് പക്വത പ്രാർത്ഥിക്കട്ടെ. കൈനീട്ടം. കർത്താവേ, ഇത് കാണുന്ന ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് ആത്മീയ പക്വതയിലേക്ക് വളരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ ദയവായി കൈനീട്ടുക. നിങ്ങളുടെ ആവശ്യങ്ങൾ യേശുവിനോട് പറയും. ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ സഹോദരങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമായിട്ട്, പ്രത്യേകിച്ച് ഈ ഷോൾഡർ പെയിൻ, ഈ ഷോൾഡറിലെ ഈ സോക്കറ്റ്, ഇവിടെ ഈ മൂവ്മെൻറ്റിന് പ്രയാസമോ കൈ ഉയർത്താനോ ബാക്കിലേക്ക് തിരിക്കാനൊക്കെ പ്രയാസമുള്ള യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസറോ ബ്രസ്റ്റിനകത്ത് ലംബോ ഒക്കെയുള്ള സഹോദരിമാർ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആബ്ഡോമിനൽ പ്രോബ്ലംസ്, ഉദര സംബന്ധമായ രോഗങ്ങൾ അവിടെ കൈവയ്ക്കാം. ഒരുപക്ഷെ അസിഡിറ്റി ആകാം, അൾസേഴ്സ് ആകാം, അകത്തനുഭവിക്കുന്ന ബ്ലീഡിങ് ആകാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടലിന് പ്രയാസമുള്ളവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഉറക്കത്തിന് പ്രയാസമുള്ള ആളുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് ഒരു അത്ഭുതം ഈ വിഷയങ്ങളിൽ ചെയ്ത്, ഇതുകൂടാതെ സാമ്പത്തിക വിഷയങ്ങളോ വൈവാഹിക വിഷയങ്ങളോ ജോലി സംബന്ധമായ പ്രയാസങ്ങളോ സ്റ്റഡീസോ എന്തുമാകട്ടെ, കർത്താവ് അവർക്കായ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.